സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ജീവൻ വെടിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധയാകണം. എനിക്കായി ജീവൻ വെടിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യയാകണം. എനിക്കായി ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ഉയർത്തു ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപേ പോകണം. എനിക്കായി ഉയർത്തു ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപേ പോകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എൻ ജീവിതത്തിൻ വാട്ടം മാറ്റിയ എന്റെ യേശുവിനെ സ്തുതിച്ചു തീർക്കണം. എൻ ജീവിതത്തിൻ വാട്ടം മാറ്റിയ എന്റെ യേശുവിനെ സ്തുതിച്ചു തീർക്കണം. ഓട്ടം തികയ്ക്കണം, വേളയും തികയ്ക്കണം, വേറെ ആശയൊന്നുമില്ലെനിക്ക്. എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ എന്റെ യേശുവിനെ വാഴ്ത്തിപ്പാടണം. എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ എന്റെ യേശുവിനെ വാഴ്ത്തിപ്പാടണം. അന്ത്യമാം കാഹളം ധ്വനിച്ചിടുമ്പോൾ പറന്നുയർന്ന ശുദ്ധരോടൊത്ത് മധ്യവാനിൽ എത്തി ഞാൻ എൻ്റെ പ്രാണപ്രിയൻ പാദം ചുംബിക്കും. മധ്യവാനിൽ എത്തി ഞാൻ എൻ്റെ പ്രാണപ്രിയൻ പാദം ചുംബിക്കും. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണാനന്തരാവസ്ഥ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. മരിച്ചതിന് ശേഷം എന്ത്? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരണശേഷം അവൻ എവിടെ? മരണാനന്തരാവസ്ഥ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നുണ്ടോ? മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഞാനൊരു സംഭവ കഥ കേട്ടു, വായിച്ചു. ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുകയാണ്. വളരെ അവശ നിലയിലായി. പെട്ടെന്നാണ് രോഗം വന്നത്. രോഗം അങ്ങ് വർദ്ധിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിയിലായി. ഡോക്ടറെ ഒന്ന് വിളിച്ചു. നല്ലൊരു ഡോക്ടർ. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ അദ്ദേഹം വീട്ടിലെത്തി. രോഗിയുടെ മുറിയിലേക്ക് കടന്നു. ഡോക്ടറെ വാതിലങ്ങ് ചാരി, വാതിലങ്ങ് അടച്ചു. എന്നിട്ട് ഡോക്ടർ ഈ രോഗിയോട് സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് രോഗവിവരങ്ങൾ എല്ലാം ഓരോന്നോരോന്ന് ചോദിച്ചു. രോഗിക്ക് പറയുന്നതിന് വിഷമമില്ല.
അപ്പോൾ രോഗി ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ആശയ്ക്ക് വകയില്ലെന്ന് തോന്നുന്നു, മരിക്കുമെന്ന് തോന്നുന്നു. ഡോക്ടറോട് ഞാൻ ഇത് രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നില്ല. എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആത്മാവ് എവിടെ പോകും? ഡോക്ടർ ഒന്ന് പറഞ്ഞു തരാമോ? ഡോക്ടർ ഒന്ന് അമ്പരുന്നു. കാരണം ഡോക്ടർക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർക്ക് ചികിത്സിക്കാൻ അറിയാം, പക്ഷേ മരിച്ചതിന് ശേഷം ഈ ആത്മാവ് എവിടെ പോകുന്നു അത് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ല. ഡോക്ടർ ആലോചിച്ചു എന്ത് പറയും. പക്ഷേ ഡോക്ടർ ദൈവഭക്തനായിരുന്നു. ദൈവഭക്തനാണെന്നുള്ളത് കൊണ്ട് ഇതൊക്കെ പറയാൻ അറിയണമെന്നില്ലല്ലോ. ദൈവഭക്തനായിരുന്നു, ദൈവവിശ്വാസമുള്ളൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഒന്ന് ആലോചിച്ചു എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും. ഒന്നും എനിക്ക് കാര്യമായിട്ട് പറയാനായിട്ട് അറിയാനും പാടില്ല, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയാനും പാടില്ല, എന്താ ചെയ്യുക ആലോചിച്ചു. അപ്പോൾ വാതിക്കൽ എന്തോ ഇങ്ങനെ മുട്ടുന്നത് പോലെയോ തട്ടുന്നത് പോലെയോ മാന്തുന്നത് പോലെയൊക്കെ ശബ്ദം. ഡോക്ടർ മനസ്സിലായി അത് ഡോക്ടറുടെ പട്ടിയാണ്. ഡോക്ടർ പോന്നപ്പോൾ ഈ ഓമനിച്ച് വളർത്തുന്ന പട്ടി കാറിൽ ചാടി കയറി. സാധാരണ ഡോക്ടർ പോകുമ്പോൾ കാറിൽ ആ പട്ടിയും പോരാറുണ്ട്. ഡോക്ടർ ഇറങ്ങിയപ്പോൾ പട്ടി പുറത്തിറങ്ങി. പക്ഷേ ഡോക്ടർ മുറിയിലേക്ക് കടന്നപ്പോൾ ഡോക്ടർ വാതിലടച്ചു, പട്ടി പുറത്തായി. അപ്പോൾ കുറേ നേരമായിട്ട് ഡോക്ടറെ കാണുന്നില്ല, ഉടമസ്ഥനെ കാണുന്നില്ല. ഉടമസ്ഥനെ കാണാതായപ്പോൾ പട്ടി വാതിക്കൽ ഇങ്ങനെ മാന്തുക. അപ്പോൾ ഉടൻ ഡോക്ടർക്ക് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു, ഒരു ചിന്ത വന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു ശബ്ദം കേട്ടോ? രോഗിയോട് ചോദിച്ചു, നിങ്ങൾ ശബ്ദം കേട്ടോ? ഉവ്വ കേട്ടു. എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. എന്തോ മാന്തും പോലെയോ എന്തോ മുട്ടുന്ന പോലെയൊക്കെ ശബ്ദം. അത് എൻ്റെ നായയാണ്. എൻ്റെ നായ അവിടെ മുട്ടിക്കൊണ്ടിരിക്കുക. അവനറിയാം ഞാനിവിടെ ഉണ്ടെന്ന്, അവൻ്റെ ഉടമസ്ഥന് ഇതിനകത്തുണ്ടെന്നറിയാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നും അവനറിയാൻ പാടില്ല. നായ്ക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് മേശയുണ്ടോ, ഇതിനകത്ത് രോഗിയുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് കസേരയുണ്ടോ, ഇതിനകത്ത് മരുന്ന് ഒഴിച്ചു കൊടുക്കാനുള്ള ഗ്ലാസ് ഉണ്ടോ, ഇതൊന്നും അവനറിഞ്ഞുകൂടാ, നായ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നായ്ക്ക് ഒരു കാര്യം അറിയാം, അവൻ്റെ ഉടമസ്ഥൻ ഇതിനകത്തുണ്ട് എന്നറിയാം, അവൻ്റെ യജമാൻ ഇതിനകത്തുണ്ട് എന്നറിയാം. ഡോക്ടർ പറഞ്ഞു, രോഗിയോട് പറഞ്ഞു, എനിക്ക് ഒന്ന് പറഞ്ഞു തരാം, ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായാൽ മതി, നിങ്ങൾ കടന്നു ചെല്ലുന്നത് യജമാനുള്ളിടത്തേക്കാണെന്ന്, ഉടമസ്ഥനുള്ളിടത്തേക്കാണെന്ന്. ആ ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. ക്രിസ്തു ഉള്ളിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. ആ ഉറപ്പ് ഇവിടെ വെച്ച് നിങ്ങൾ പ്രാപിക്കണം, ഇപ്പോൾ തന്നെ പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ് പോകുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തതാണ്. വേദപുസ്തകത്തിൽ വലിയ ജ്ഞാനമൊന്നുമില്ല, പക്ഷേ എനിക്കറിയാം ഞാൻ കടന്നു പോയാൽ ഞാൻ ക്രിസ്തുവിൻ്റെ അരികത്ത് എത്തുമെന്ന്. എനിക്ക് ആ ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? ഉടനെ ഞാൻ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യം കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. ഒന്നാമത് നിങ്ങളൊരു കാര്യം ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കണം, ഞാനൊരു പാപിയാണ്. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നോക്കിയാൽ ഞാൻ രക്ഷപ്പെടുകയില്ല. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരാളുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിച്ചാൽ, ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ, ക്രിസ്തു എന്നെ പാപത്തിൽ നിന്ന് കരയേറ്റും, എന്നെ ക്രിസ്തുവിൻ്റെ രാജ്യത്തേക്ക് സ്വീകരിക്കും. അപ്പോൾ രണ്ട് കാര്യം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഒന്ന്, ഞാനൊരു പാപിയാണ്, ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇത്രയും നിങ്ങൾ വിശ്വസിച്ച് പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയണം, യേശുവേ എനിക്ക് ആയുസ്സുള്ള കാലം ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഇത്രയും നിങ്ങൾക്ക് സാധിക്കുമോ? എന്നാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്താം, ക്രിസ്തു ഉള്ളിടത്ത് എത്താം, ഉടമസ്ഥനുള്ളിടത്ത് നിങ്ങൾക്ക് എത്താം. പ്രിയപ്പെട്ടവരെ, ആ സംഭവം ഞാൻ വായിച്ചത് ചില കാര്യങ്ങൾ മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് തെറുത്തുയർന്നു വരുന്നതിന് കാരണമായി തീർന്നു. എന്താണത്? നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നമ്മുടെ ജീവിതത്തിൽ ആ ഉറപ്പ് പ്രാപിക്കണം. ക്രിസ്തു ഉള്ളിടത്ത് എനിക്ക് ചെല്ലണം. അവിടെ സ്വർഗം എങ്ങനെയിരിക്കും, സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ എൻ്റെ യേശു ഉണ്ട്, എനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച എൻ്റെ രക്ഷകൻ അവിടെ ഉണ്ട്. ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ കടന്നു ചെല്ലുന്നത് എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്കാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധന്മാർ അങ്ങോട്ട് കടന്നുപോയി. കർത്താവേ, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ
അവിടെ ആ ശാശ്വത രാജ്യത്ത് വിശ്രമത്തിൽ കഴിയുന്നു. കർത്താവേ, ഞാനും ഒരു ദിവസം അവിടെ വരും. ഞാനും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കുന്നത് കൊണ്ട് അവിടെ വരുമെന്നുള്ള ആ ഉറപ്പോടുകൂടി ഞാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു പ്രാഗൽഭ്യവും നിർണയവും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നാം ജയിച്ചു. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്നല്ല, ജീവിതം മുഴുവൻ ജയിച്ചു. ക്രിസ്തീയ ജീവിതം അത് ഇതിലേക്ക് നയിക്കാൻ നമ്മെ സഹായിക്കും. എങ്ങനെ? യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതാണ് ക്രിസ്തീയ ജീവിതം. മതം മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം, സഭ മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം, സമുദായം മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യാനിറ്റി ഈസ് ദ റിലിജിയൻ ഓഫ് ദ ഹാർട്ട്. അത് ഹൃദയത്തിൻ്റെ മതമാണ്. ഇറ്റ് ഈസ് ദ റിലിജിയൻ ഓഫ് ദ ഹാർട്ട്. അത് ഹൃദയത്തിൻ്റെ മതമാണ്. ഹൃദയത്തിലാണ് മാറ്റം. ഹൃദയത്തിൽ ഈ അദൃശ്യ പുരുഷൻ വന്ന് വസിക്കുകയാണ്. ഹൃദയത്തിൽ ഈ അത്ഭുത പുരുഷൻ വന്ന് വസിക്കുകയാണ്. ഇത് ഓരോരുത്തരും ഗ്രഹിക്കുമ്പോഴാണ് അവിടെ ചെല്ലുന്നതിന് എനിക്ക് എന്താണ് തടസ്സം? ഞാൻ ഈ നിത്യ ശോഭന തീരത്തെത്തുന്നതിന് തടസ്സം എന്താണ്? എൻ്റെ പാപങ്ങൾ. അതാണ് പരിശുദ്ധന്മാരായ പിതാക്കന്മാർ പണ്ടുകാലത്ത് പാടിയതും എഴുതിയതും. കർത്താവേ, ഞാൻ ഇന്ന് രാത്രി കടന്നുപോയാൽ ഞാൻ നിത്യതയിൽ നിൻ്റെ പരിശുദ്ധന്മാർ വസിക്കുന്ന, നീയും നിൻ്റെ പരിശുദ്ധന്മാരും വാഴുന്ന നിത്യ സ്വർഗീയ തീരത്ത് എത്തുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ പാപങ്ങളുണ്ടല്ലോ, ഞാൻ അവയോർത്ത് പേടിക്കുന്നു. പിതാക്കന്മാരങ്ങനെ പാടി. ഞാൻ ഭയന്നു പോകുന്നു, ഞാൻ പരിഭ്രമിച്ചു പോകുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നതായ ദൈവരാജ്യത്തിൽ എത്തുവാൻ തടസ്സമായി എൻ്റെ പാപങ്ങൾ മതിൽക്കെട്ട് പോലെ തടസ്സമായി നിൽക്കുന്നു, വേലി പോലെ തടഞ്ഞു നിൽക്കുന്നു. അയ്യോ, എനിക്ക് ഭയം വരുന്നു, ഞാൻ എൻ്റെ പാപങ്ങളിതാ ഏറ്റുപറയുന്നു എന്ന് പിതാക്കന്മാർ പാടി. ഞാൻ അഞ്ചുന്നെൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കൊത്തന്നെ നാഥാ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തി ഏകുക വാസം തിരുഹിതമാം സ്ഥാനേ. ഞാൻ അഞ്ചുന്നു, ഞാൻ പേടിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ ഈ പാട്ട്, ഈ ഗീതം, മനോഹരമായ ഗീതം, അർത്ഥവത്തായ ഗീതം. എന്താണ് എൻ്റെ ആശയം? ഞാൻ ഭയന്നു പോകുന്നല്ലോ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് സൂത്താറ നമസ്കാരത്തിൽ പിതാക്കന്മാർ പാടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അയ്യോ, എനിക്ക് പേടിയാകുന്നു, ഈ രാത്രി ഉറക്കത്തിൽ ഞാൻ മരിച്ചു പോകുമോ? ഈ രാത്രി ഉറക്കത്തിൽ ഞാൻ കടന്നുപോയാൽ എൻ്റെ പാപം വേലി പോലെ തടുത്തു നിൽക്കുന്നു. എനിക്ക് വിശുദ്ധന്മാർക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന ഉദ്യാനത്തിലേക്ക്, സ്വർഗീയ പ്രതീസായിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ പാപങ്ങൾ വേലി പോലെ തടുക്കുന്നല്ലോ. എൻ്റെ നമസ്കാരത്തിൽ പറയും, വേലിക്കൊപ്പം നേർക്കുന്നൻ കടമോർത്തുണ്ട് ഭയം നാഥ. വേലിക്കൊപ്പം നേർക്കുന്നൻ കടമോർത്തുണ്ട് ഭയം നാഥ. എൻ്റെ കടങ്ങൾ വേലി പോലെ തടുത്തു നിൽക്കുന്നു. സ്നേഹിതരെ, നാം എല്ലാവരോട് ചെല്ലേണ്ടതാണ്. ആ നിത്യതയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് പേപ്പട്ടി വിഷത്തിന് അതിനുള്ള വാക്സിൻ കണ്ടുപിടിച്ച മഹാവലിയ ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്ചർ അദ്ദേഹം ഒരു അവസരത്തിൽ പറഞ്ഞതോ ഏങ്ങലടിച്ചുകൊണ്ടാണ്, വിതുമ്പിക്കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മോള് മരിച്ചുപോയി. ലൂയി പാസ്ചറുടെ മോള് ഓമന കുഞ്ഞ് മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കൂ. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള സത്യങ്ങൾ മാത്രമാണ് എനിക്ക് പരിചയമുള്ളത്. എന്നാൽ ഇപ്പോഴാകട്ടെ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുകയല്ലാതെ ഗത്യന്തരമില്ലാത്തതുമായൊരു കാര്യം ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുകയല്ലാതെ ഗത്യന്തരമില്ലാത്തതുമായ ഒരു കാര്യം വിശ്വസിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ വേറെ ലോകത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ ആശിക്കുന്നു. ലൂയി പാസ്റ്റർ പറഞ്ഞതാണ്. എൻ്റെ കുഞ്ഞിനെ വേറെ ലോകത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ ആശിക്കുന്നു. ഇംഗ്ലണ്ടിൽ ക്വീൻ മേരിയുടെ മർദ്ദനകാലത്ത് ആർച്ച് ബിഷപ്പ് ക്രാൻമറുടെ ചാപ്ലെയിനും ഹാർട്ട്ലി ഇടവയുടെ റെക്ടറുമായിരുന്ന റോളൻ ടെയ്ലർ ഹാർട്ട്ലെ ചന്തയിൽ വെന്തെരിഞ്ഞാണ് മരിച്ചത്. വെന്തെരിഞ്ഞ് മരിച്ചു. അദ്ദേഹം
രക്തസാക്ഷിയെപ്പോലെ മരിക്കാനായിട്ട് അദ്ദേഹം പോകുന്നത് ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിച്ചെന്ന് വധസ്ഥലത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, താഴ്വരയിലെ കൊലക്കളം നോക്കിക്കൊണ്ട് ആ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് കൂടെയുള്ള പടയാളികളോട് അദ്ദേഹം പറഞ്ഞു, ഇനിയും 2 മൈൽ കൂടി നടന്നാൽ മതി എനിക്ക് എൻ്റെ ഭവനത്തിലെത്താൻ. എനിക്ക് 2 മൈലും കൂടി നടന്നാൽ മതി എൻ്റെ ഭവനത്തിലെത്താൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിത്യനായ രാജാധിരാജൻ്റെ കൊട്ടാരത്തിലെത്തുമെന്നുള്ള ആ ഉറപ്പ് അദ്ദേഹത്തെ ഭരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, 2ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നാസി ഭരണത്തിനെതിരായി ശക്തമായി പറയുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത ബോൺഹോഫർ എന്ന് പറയുന്ന ഭക്തനായ ദൈവദാസൻ പടയാളികൾ അദ്ദേഹത്തെ കൊല്ലുവാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ജയിലിൽ നിന്ന് അദ്ദേഹത്തെ കൊല്ലുവാനാണ് കൊണ്ടുപോകുന്നത്. ബോൺഹോഫർ അദ്ദേഹം ജയിലിൽ നിന്ന് പടയാളികളുടെ കൂടെ വധിക്കാനുള്ള സ്ഥലത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ കാഴ്ചയിൽ ഇത് ഒരന്ത്യം, നിങ്ങളുടെ കാഴ്ചയിൽ ഇത് ഒരന്ത്യം, എന്നാൽ എനിക്കാകട്ടെ ഇതൊരു മഹത്തായ ആരംഭം മാത്രമാണ്. നിങ്ങളുടെ കാഴ്ചയിൽ ഇതൊരു അന്ത്യമാണ്, എനിക്കോ മഹത്തായൊരു ആരംഭം, നിത്യതയിലേക്കുള്ള ആരംഭം, നിത്യസ്വർഗീയ സമാധാന തീരത്തേക്ക് എത്താനുള്ള ആരംഭം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പഴയകാലത്തെ ചരിത്രകാരനായ ലൂസിയൻ നീറോ ചക്രവർത്തിയുടെ കാലത്തെ പീഡകളെക്കുറിച്ചെല്ലാം വിവരിക്കുമ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയൊന്നായിരുന്നില്ല, മരണാനന്തരാവസ്ഥയിൽ വിശ്വാസമുള്ള ആളായിരുന്നില്ല. അദ്ദേഹം എഴുതി, ഹതഭാഗ്യരായ ക്രിസ്ത്യാനികൾ മരിച്ചാലും നിത്യമായി ജീവിക്കുമെന്നുള്ള മിഥ്യാസങ്കല്പത്തിന് സ്വയം വിധേയരാക്കിയതിനാലാണ് ഇങ്ങനെ മരിക്കാൻ തയ്യാറാകുന്നത്. ഈ മണ്ടന്മാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കും എന്നൊക്കെയുള്ള ധാരണ വെച്ചുകൊണ്ട് ഇവർ മരിക്കാൻ തയ്യാറാകുകയാണെന്ന് അന്നത്തെ ലൂസിയൻ, അന്നത്തെ ഹിസ്റ്റോറിയൻ, ചരിത്രകാരൻ എഴുതി. പ്രിയപ്പെട്ടവരെ, എതിർക്കുന്നതും ഇതുപോലെ എതിരായി ചിന്തകൾ പുലർത്തുന്നതുമായ ആളുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പരമസത്യം, മരണത്തിന് ശേഷം ഒരനന്തമായ നിത്യത, അത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നുള്ളതാണ്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെത്തുവാനാണ് നമ്മെ ദൈവം വിളിക്കുന്നത്. തീരാത്ത കാലം കർത്താവായ യേശു ക്രിസ്തു വാഴുന്ന സ്വർഗത്തിൽ, പരിശുദ്ധന്മാർ വാഴുന്ന സ്വർഗത്തിൽ നാമും എത്തിച്ചേരണമെന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ചുള്ള ആശ, നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിനിയും കേൾക്കാം, ഞാൻ പറഞ്ഞു തരാം. സ്റ്റാലിൻ എന്ന് പറയുന്ന ഭരണകർത്താവിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ജോസഫ് സ്റ്റാലിൻ, കിരാത ഹൃദയമുള്ള, കാട്ടാള മനസ്സുള്ള, നിഷ്ഠൂര ഹൃദയമുള്ള ജോസഫ് സ്റ്റാലിൻ മരണനേരത്ത് കാണിച്ച വലിയ ഭീകരമായ അനുഭവങ്ങൾ, ആക്രോശങ്ങൾ, അപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ വിരളി പൂണ്ടുള്ളതായ വാക്കുകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ മകൾ സ്വെറ്റ്ലാന സ്റ്റാലിൻ എഴുതി വച്ചിട്ടുണ്ട്. സ്വെറ്റ്ലാന സ്റ്റാലിൻ അതെഴുതിയ ആ ഗ്രന്ഥത്തിൻ്റെ പേര് 20 letters to a friend എന്നാണ്. 20 letters to a friend, ഒരു സുഹൃത്തിനുള്ള 20 എഴുത്തുകളെന്ന്. അതിൽ ഇങ്ങനെ പറയുകയാണ്, മൈ ഫാദർ ഡൈഡ് എ ഡിഫിക്കൽട്ട് ആൻഡ് ടെറിബിൾ ഡെത്ത്. എൻ്റെ അപ്പൻ വളരെ പ്രയാസപൂർണവും വളരെ ഭയങ്കരവുമായ ഭയജനകവുമായ ഒരു മരണമാണ് വരിച്ചത്. ദ ഡെത്ത് ആഗണി വാസ് ഹൊറിബിൾ. മരണത്തിൻ്റെ ഭയാനകമായ വേദന ഹൊറിബിളായിരുന്നു. അത് ഭയങ്കരമായിരുന്നു, അത് അസഹ്യമായിരുന്നു, അത് ചിന്തിക്കാൻ വയ്യാത്ത വിധത്തിൽ ഭയാനകമായിരുന്നു, ഹൊറിബിളായിരുന്നു. ഹി ലിറ്ററലി ചോക്ക് ടു ഡെത്ത് ആസ് വി വെയർ വാച്ചിങ്. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരിക്കാനിങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ടു, ശ്വാസം മുട്ടൽ. ഹി ലിറ്ററലി, അക്ഷരികമായി, ചോക്ക് ടു ഡെത്ത് ആസ് വി വെയർ വാച്ചിങ്. At what seemed like the last moment, he suddenly opened his eyes. അവസാന നിമിഷങ്ങളോട് അടുക്കുന്നു തോന്നി. പെട്ടെന്ന് അദ്ദേഹം കണ്ണ് നല്ലപോലെ തുറന്നു. It was a terrible glance, insane. അത് ഭ്രാന്ത് പിടിച്ചതുപോലത്തെ ഒരു നോട്ടമായിരുന്നു, ഭയങ്കരമായൊരു നോട്ടം, ഒരു ഭ്രാന്തൻ്റെ ഭയാനകമായ നോട്ടം പോലെയായിരുന്നു. It was a terrible glance, insane, or perhaps angry and full of fear of death.
ഭയങ്കരമായ കോപം മുഖത്ത് സ്ഫുരിച്ചു. മാത്രമല്ല ഭയാനകമായ വലിയ കോപം മാത്രമല്ല, നിറഞ്ഞ മരണഭയവും ആ മുഖത്ത് നിഴലിട്ടു. Then he suddenly lifted his left hand as though he was pointing to something above. എന്തോ മുകളിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അദ്ദേഹം ഇടം കൈ അങ്ങ് ഉയർത്തി. Then he threw his hands down some words, bringing down a curse on us all. കൈ താഴോട്ട് എറിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളുടെ നേരെ ശപിച്ചുകൊണ്ടെന്തോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവസാന നിമിഷങ്ങൾ ഭയങ്കരമായിരുന്നു. അവസാന നിമിഷങ്ങൾ പേടിപ്പെടുത്തുന്നവയായിരുന്നു. അവസാന നിമിഷങ്ങൾ ഭയ ആശങ്കകൾ നിറഞ്ഞതായിരുന്നു. വെപ്രാളപ്പെട്ടുകൊണ്ട് ആക്രോശിക്കുകയും ഞരങ്ങുകയും മൂളുകയും ഉച്ചത്തിൽ അട്ടഹസിക്കുകയും ഗർജിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിഷ്ഠൂരനായ സ്റ്റാലിൻ മരിക്കുന്ന നേരത്ത് ആ ഭയങ്കരമായ രംഗം കണ്ട മോള് അതിനെ വിവരിക്കുന്നത് ആണ് ഈ പുസ്തകത്തിൽ 20 Letters to a Friend എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മരണനേരം ശാന്തമാകണമെങ്കിൽ, മരണനേരം പുഞ്ചിരിയോടെ നേരിടണമെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. മരിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനത്തോടെ കടന്നു പോകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്ത് നേടിയെന്നുള്ളതല്ല, ഇവിടെ എന്തുമാത്രം സ്വത്തുണ്ടെന്നുള്ളതല്ല, എത്ര ഉയർന്ന ഡിഗ്രികൾ കരസ്ഥമാക്കി എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നിത്യസ്വത്തായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ, സ്നേഹിതരെ, അതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട്? ആ യേശു പോയ വഴിയിലൂടെ പോകാൻ, ആ കുരിശിൻ്റെ പാതയിലൂടെ പോകാൻ, യേശുവിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് യേശുവിനോടൊരു വാക്ക് പറയാം. കർത്താവേ, നിത്യശുഭതീരത്തെത്തുവാൻ, നിത്യസ്വർഗരാജ്യത്തിലെത്തുവാൻ, എൻ്റെ ആത്മാവ് നിത്യ സൗഭാഗ്യത്തിലെത്തുവാൻ, അതിനായിട്ട് എൻ്റെ പാപക്കറകൾ കഴുകണമേ എന്ന്. പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നത് മഹാഭാഗ്യമാണ്. പാപക്കറകളെല്ലാം മോചിക്കപ്പെടുന്നത് മഹാഭാഗ്യമാണ്. ജീവിതവസ്ത്രം അലക്കുന്നത് മഹാഭാഗ്യമാണ്. വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഒടുവിലത്തെ അധ്യായത്തിൽ 22-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയും. 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ചിലർ പുറത്ത്, ചിലർ അകത്ത്. അകത്ത് കിടക്കണമെങ്കിൽ വസ്ത്രം അലക്കിക്കൊള്ളണം. എന്താണ് ഈ വസ്ത്രം അലക്കുക? അതിനെക്കുറിച്ച് അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ചിന്തിക്കാം. വസ്ത്രം അലക്കുന്നത് എങ്ങനെ? ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും സ്വർഗീയ ഊർസ്ലേം നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. സ്നേഹിതരെ, പാപത്തിൽ കഴിയുന്നവരെല്ലാം പുറത്തു നിന്ന് കരയേണ്ടി വരും. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ ഞാൻ എത്തിയില്ലല്ലോ, എത്തേണ്ടടുത്ത് എത്തിയില്ലല്ലോ എന്ന്. ഒരിക്കലും തിരുത്താനാവാത്ത നഷ്ടം വരുന്നതിന് മുൻപ് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി യാചിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിക്കൽ ഒന്ന് മുട്ടുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൈക്കൊള്ളുവീൻ. ക്രിസ്തുവിനായി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തുറക്കുവീൻ. ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. നാഥാ, ഇന്ന് വരെ ഞാൻ നരകാവകാശിയായി ജീവിച്ചു, ഇന്ന് വരെ പാപത്തിന് അടിമയായി ജീവിച്ചു, ഇന്ന് വരെ പാപത്തിന് അധിപതിയായി പിശാചിൻ്റെ അടിമയായി ജീവിച്ചു. എൻ്റെ ദൈവമേ, ഇന്നു മുതൽ ഞാൻ ക്രിസ്തു ഉള്ളവനായി ജീവിപ്പാൻ ഇതാ എന്നെ തന്നെ നിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു.
എൻ്റെ ഈ നിസ്സാര ജീവിതം, ഈ നിസ്സാരമായ ഭാവി ഉടയവനെ നിന്റെ തൃക്കൈകളിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. നാഥ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായിരിക്കും. ഇതുവരെ വന്നതോ യേശുവേ, നിന്റെ തിരുഹൃദയം തുറന്നൊഴിയ ചോരയാൽ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ. അതിനൊന്നും പ്രായശ്ചിത്തം ചെയ്യാൻ എൻ്റെ കയ്യിൽ വകയില്ല നാഥ, എനിക്ക് അതിനുള്ള കഴിവില്ല, ഒന്നും മാർഗമില്ല. അരുതാത്തതെല്ലാം വന്നുപോയി. ഉടയവനെ എനിക്ക് മാപ്പ് തരണമേ. ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി, ഇന്നു മുതൽ യേശു വസിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ആരെല്ലാം ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നവർ, ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുന്നവർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ പറയുവീൻ, യേശുവേ ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ യാചിപ്പീൻ, യേശുവേ എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക, ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ക്രിസ്തുവിനോട് പറയുവീൻ, കേൾക്കുന്നിടത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് പറയുവീൻ, യേശുവേ ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. അങ്ങനെ ആരെല്ലാം ഹൃദയത്തിൽ പറഞ്ഞുവോ, ആരെല്ലാം പുതിയ തീരുമാനമെടുത്തുവോ, ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് ആരെല്ലാം ദൈവത്തോട് വാക്ക് പറഞ്ഞുവോ, അവരുടെ കരങ്ങളെ നിങ്ങൾ ഉയർത്തുമോ? നിങ്ങളുടെ കരങ്ങളിൽ യേശു ഒന്ന് പിടിക്കട്ടെ. നിങ്ങളുടെ കരങ്ങളിൽ യേശു ഒന്ന് അനുഗ്രഹത്തിൻ്റെ കർമ്മ പകരട്ടെ. നിങ്ങളുടെ കരങ്ങളിൽ തിരുരക്തം പുരട്ടട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളുടെ പാപബന്ധങ്ങൾ അഴിക്കട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളുടെ ശാപദോഷങ്ങൾ മാറ്റട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളുടെ മേലിൽ നിന്ന് സകല തിന്മകളും ദൂരീകരിക്കട്ടെ. സകല പൈശാചിക ബാധകളും യേശുവിൻ്റെ കരം മാറ്റട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ കരം നിങ്ങളെ വാഴ്ത്തട്ടെ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാര്യം നിങ്ങളെ തഴുകട്ടെ, നിങ്ങളെ തലോടട്ടെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ശാന്തി അയക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹം പകരുന്നതിനായി സ്തോത്രം കർത്താവേ. കൃപയൊഴുകുന്നതിനായി സ്തോത്രം. ജീവന്റെ റൂഹ ഇടപെടുന്നതിനായി സ്തോത്രം. ഓരോരുത്തരെയും ശിരസിലോടുന്ന കരം വെച്ചതിനായി സ്തോത്രം. ഓരോരുത്തരെയും കരുത്തിലോടുന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം രക്ഷകൻ മാത്രം എടുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ.